നമസ്കാരം. ബ്രൈറ്റ് ബിഗിനേഴ്സിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ചാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പാർട്ട് 3 ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇതിനെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്നറിയപ്പെടാൻ രണ്ട് കാരണങ്ങളുണ്ട്. ആദ്യമായിട്ട് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉറപ്പു നൽകുന്നതും ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ സംരക്ഷിക്കുന്നതും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. രണ്ടാമതായിട്ട് ഇവ രാജ്യത്തിൻ്റെ മൗലികമായ നിയമങ്ങളാണ് എന്നുള്ളതാണ്. ഒരു ഇന്ത്യൻ പൗരൻ്റെ ഓൾറൗണ്ട് ഡെവലപ്മെൻറ്റ്സ്, അതായത് ഇൻ്റലക്ച്വൽ, മോറൽ, സ്പിരിച്വൽ ഡെവലപ്മെൻറ്റ്സിന് അത്യന്താപേക്ഷിതമായ നിയമങ്ങളാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫ്രെയിമേഴ്സ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് US-ൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്, അതായത് ബിൽ ഓഫ് റൈറ്റ്സിൽ നിന്നാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ട് 3-യെ മാഗ്ന കാർട്ട ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കോർണർ സ്റ്റോൺ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നും വിശേഷിപ്പിച്ചിട്ടുണ്ട്. പാർട്ട് 3-യും പാർട്ട് 4-ൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയാണ്. പാർട്ട് 3-യും പാർട്ട് 4-നെയും കൂടെ കൂട്ടിച്ചേർത്ത് കൺസൈൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നും വിശേഷിപ്പിച്ചിട്ടുണ്ട്. 1935-ലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റും പ്രസൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷനും തമ്മിലുള്ള ആകർഷകമായ വ്യത്യാസം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ പ്രസൻസ് ആണ്. അതായത് 1935-ലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നില്ല, പക്ഷേ നമ്മുടെ പ്രസൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉണ്ട്. US ഉൾപ്പെടെയുള്ള മറ്റെല്ലാ രാജ്യങ്ങളിലെയും കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉള്ളതിനേക്കാൾ വളരെ വിശാലമായതാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ യാതൊരു വിവേചനവും കൂടാതെ എല്ലാ പൗരന്മാർക്കുമായിട്ട് ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ പൗരന്മാരുടെയും തുല്യത, അന്തസ്സ്, പൊതു താൽപ്പര്യം, രാജ്യത്തിൻ്റെ ഐക്യം എന്നിവയെ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ പ്രിയാമ്പിളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐഡിയൽസ് ആൻഡ് ആസ്പിറേഷൻസ്. അതിൽ പൊളിറ്റിക്കൽ ഡെമോക്രസി എന്ന ഐഡിയലിലേക്കുള്ള മെയിനായിട്ടാണ് ഫണ്ടമെൻ്റൽ റൈറ്റിനെ കാണുന്നത്. ഈ മൗലിക അവകാശങ്ങൾ അധികാര കേന്ദ്രീകരണത്തെയും സ്വേച്ഛാധിപത്യത്തെയും തടയുകയും ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഗവൺമെൻറ്റിൻ്റെ കടന്നുകയറ്റത്തെ പ്രതിരോധിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് എക്സിക്യൂട്ടീവ്സിൻ്റെ ദുർഭരണത്തെയും അതുപോലെ തന്നെ പാർലമെൻറ്റിൻ്റെ ഏകപക്ഷീയമായ നിയമനിർമ്മാണത്തെയും പരിമിതപ്പെടുത്തുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ മൗലിക അവകാശങ്ങളാണ്. ഇനി നമുക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടി ചെയ്യുന്ന ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. ഒറിജിനലി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ 7 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. നമ്പർ 1 റൈറ്റ് ടു ഇക്വാലിറ്റി, ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ. നമ്പർ 2 റൈറ്റ് ടു ഫ്രീഡം, ആർട്ടിക്കിൾ 19 മുതൽ 22 വരെ. നമ്പർ 3 റൈറ്റ് അഗൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ആർട്ടിക്കിൾ 23, 24. നമ്പർ 4 റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ. നമ്പർ 5 കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്, ആർട്ടിക്കിൾ 29, 30. നമ്പർ 6 റൈറ്റ് ടു പ്രോപ്പർട്ടി, ആർട്ടിക്കിൾ 31. നമ്പർ 7 റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, ആർട്ടിക്കിൾ 32. ഇത്രയും ഫണ്ടമെൻ്റൽ റൈറ്റുകളായിരുന്നു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒറിജിനലി പ്രൊവൈഡ് ചെയ്തിരുന്നത്. എന്നാൽ 1978-ലെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 44-ാമത്തെ അമെൻമെൻറ്റിൽ കൂടി ആർട്ടിക്കിൾ 31-ലെ റൈറ്റ് ടു പ്രോപ്പർട്ടിയെ ഡിലീറ്റ് ചെയ്യുകയും ഇതിനെ പാർട്ട് 12-ലെ ആർട്ടിക്കിൾ 300A കൂടി ഒരു ലീഗൽ റൈറ്റാക്കി മാറ്റുകയും ചെയ്തു. സോ അറ്റ് പ്രസൻറ്റ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടി ചെയ്യുന്നത് 6 ഫണ്ടമെൻ്റൽ റൈറ്റുകളാണ്. ഇനി നമുക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ആദ്യമായിട്ട് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ ചിലത് ഇന്ത്യൻ സിറ്റിസൺസിന് മാത്രം ലഭിക്കുന്നതാണ്, എന്നാൽ മറ്റുള്ളത് എല്ലാ വ്യക്തികൾക്കും, ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാ വ്യക്തികൾക്കും ലഭിക്കുന്നതാണ്. നമ്പർ 2 ആയിട്ട് പറയാനുള്ളത് ഇവ സമ്പൂർണ്ണമല്ല, നോട്ട് അബ്സല്യൂട്ട് എന്നാണ്. അതായത് സ്റ്റേറ്റിന് ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സിന് മേൽ റീസണബിൾ റെസ്ട്രിക്ഷൻസ് വെക്കാം. ഇങ്ങനെ ഈ സ്റ്റേറ്റ് വെക്കുന്ന റെസ്ട്രിക്ഷൻസ് റീസണബിൾ ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് കോർട്ടുകൾ ആയിരിക്കും. നമ്പർ 3 ആയിട്ട് പറയുന്നത് ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ അധികവും ലഭ്യമാകുന്നത് സ്റ്റേറ്റിൻ്റെ ഏകപക്ഷീയമായ പ്രവർത്തനങ്ങൾക്ക് എതിരെയായിട്ടാണ്.
നമ്പർ 4 ആയിട്ട് പറയുന്നത് ഈ പാർട്ട് 3-യിലെ ചില റൈറ്റുകൾ സ്റ്റേറ്റിനെതിരായിട്ടും മറ്റു ചിലവ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന് എതിരായിട്ടും ലഭിക്കും. പക്ഷേ ഇതിലെ പ്രൊവിഷൻസ് ഒന്നും തന്നെ ഒരാൾക്ക് സ്വയം നടത്തുവാനോ അല്ലെങ്കിൽ നേരിട്ട് നടപ്പിൽ വരുത്തുവാനോ സാധിക്കില്ല. നമ്പർ 5 ആയിട്ട് പറയുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ ചിലത് നെഗറ്റീവ് ഇൻ ക്യാരക്ടറാണ്. അതായത് സ്റ്റേറ്റിൻ്റെ അതോറിറ്റിക്ക് മേൽ ലിമിറ്റേഷൻ കൊണ്ടുവരും. ചില ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നെഗറ്റീവ് ഇൻ ക്യാരക്ടറാണ്, എന്നാൽ മറ്റ് ചിലവത് പോസിറ്റീവ് ഇൻ ക്യാരക്ടറാണ്, പോസിറ്റീവ് ഇൻ നേച്ചറാണ്. അതായത് ഇവ വ്യക്തികൾക്ക് ചില വിശേഷ അധികാരങ്ങൾ നൽകും. അടുത്തത് ഇവ ജസ്റ്റിസിയബിൾ ആണ്. അതായത് ഫണ്ടമെൻ്റൽ റൈറ്റിൻ്റെ വയലേഷൻ ഉണ്ടായാൽ സിറ്റിസൺസിന് അതിൻ്റെ എൻഫോഴ്സ്മെൻറ്റിനായിട്ട് കോടതിയെ സമീപിക്കാം. പിന്നീട് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഗ്യാരണ്ടി ചെയ്യുന്നതും ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും കോർട്ടാണ്. അതായത് അഗ്രീവ്ഡ് പേഴ്സൺസിന് നേരിട്ട് സുപ്രീം കോടതിയെ സമീപിക്കാൻ കഴിയുന്നതാണ്. അടുത്ത ഫീച്ചർ എന്ന് പറയുന്നത് ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പെർമനൻ്റ് അല്ല എന്നുള്ളതാണ്. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബേസിക് സ്ട്രക്ചറിനെ ബാധിക്കാത്ത തരത്തിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് കൊണ്ടുവന്നുകൊണ്ട് പാർലമെൻറ്റിന് എപ്പോൾ വേണമെങ്കിലും ഇവയെ റദ്ദാക്കാം അല്ലെങ്കിൽ വെട്ടിച്ചുരുക്കുകയും ചെയ്യാം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 19, 20, 21 അല്ലാതെയുള്ള എല്ലാ ഫണ്ടമെൻ്റൽ റൈറ്റ്സും രാജ്യത്ത് നാഷണൽ എമർജൻസി നടക്കുന്ന സമയത്ത് സസ്പെൻഡ് ചെയ്യപ്പെടാം. ആർട്ടിക്കിൾ 19 പ്രകാരമുള്ള ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെയും സസ്പെൻഡ് ചെയ്യും. അത് സസ്പെൻഡ് ചെയ്യുന്നത് എക്സ്റ്റേണൽ അഗ്രഷൻ മുഖാന്തരമുള്ള നാഷണൽ എമർജൻസി നിലവിലുള്ളപ്പോഴായിരിക്കും. അടുത്തതായിട്ട് പറയാനുള്ളത് ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ സ്കോപ്പ് ഓഫ് ഓപ്പറേഷൻസ് ആർട്ടിക്കിൾ 31A, 31B, 31C എന്നിവ പ്രകാരം ലിമിറ്റ് ചെയ്തിട്ടുണ്ട് എന്നതാണ്. ആംഡ് ഫോഴ്സസ് മെമ്പേഴ്സ്, പാരാമിലിറ്ററി ഫോഴ്സ്, പോലീസ് ഫോഴ്സ്, ഇൻ്റലിജൻസ് ഏജൻസീസ്, സമാനമായ സർവീസുകളുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ ആപ്ലിക്കേഷൻസ് ആർട്ടിക്കിൾ 33 പ്രകാരം പാർലമെൻറ്റിന് റെസ്ട്രിക്റ്റ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ റദ്ദ് ചെയ്യാവുന്നതാണ്. ഇനി ഏതെങ്കിലും ഒരു പ്രദേശത്ത് പട്ടാള നിയമം നിലവിൽ വന്നാൽ ആർട്ടിക്കിൾ 34 പ്രകാരം അവിടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ ആപ്ലിക്കേഷൻ റെസ്ട്രിക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഈ ഭൂരിഭാഗം ഫണ്ടമെൻ്റൽ റൈറ്റ്സും ഡയറക്റ്റ്ലി എൻഫോഴ്സിബിൾ ആണ്. എന്നാൽ ഇവയിൽ ചിലതിൻ്റെ മാത്രം എൻഫോഴ്സ്മെൻറ്റ് അതിനു വേണ്ടിയിട്ട് നിർമ്മിതമായ നിയമങ്ങളിൽ കൂടി മാത്രം സാധിക്കുന്നതാണ്. ഇങ്ങനെയുള്ള ഈ നിയമങ്ങൾ നിർമ്മിക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ല, ഇങ്ങനെയുള്ള നിയമങ്ങൾ നിർമ്മിക്കുന്നത് പാർലമെൻറ്റാണ്. അത് കാരണം ഈ നിയമങ്ങൾക്ക് ഒരു യൂണിഫോമിറ്റി ഉണ്ടാവും. രാജ്യത്ത് ഈ നിയമങ്ങൾക്കൊരു യൂണിഫോമിറ്റി ഉണ്ടാവും. ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 35-ലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് നമുക്ക് പറയാനുണ്ടായിരുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അവൈലബിൾ ടു എനി പേഴ്സൺ ഓൺ ദി സോയിൽ ഓഫ് ഇന്ത്യ. അതായത് ഇന്ത്യൻ മണ്ണിൽ ഏത് വ്യക്തിക്കും ലഭ്യമാകുന്ന ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഏതൊക്കെയാണെന്ന്. ഈ ഏത് വ്യക്തിയെന്ന് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ അതിനകത്ത് ഏലിയൻ എനിമീസ് വരില്ല. ഇവയിൽ ആദ്യമായിട്ട് വരുന്നത് ആർട്ടിക്കിൾ 14 ആണ്. ഇക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. അടുത്തതായിട്ട് ആർട്ടിക്കിൾ 20 ആണ്. പ്രൊട്ടക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് കൺവിക്ഷൻ ഓഫ് ഒഫൻസസ്. അടുത്തത് ആർട്ടിക്കിൾ 21 ആണ്. പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. അടുത്തത് ആർട്ടിക്കിൾ 23 കൂടി പ്രൊഹിബിഷൻ ഓഫ് ട്രാഫിക് ഇൻ ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് ഫോഴ്സ്ഡ് ലേബർ. ആർട്ടിക്കിൾ 25 കൂടി ഫ്രീഡം ഓഫ് റിലീജിയൻ. ആർട്ടിക്കിൾ 27 പ്രകാരം ഫ്രീഡം ആസ് ടു പേയ്മെൻറ്റ് ഓഫ് ടാക്സസ് ഫോർ പ്രൊമോഷൻ ഓഫ് എനി പർട്ടിക്കുലർ റിലീജിയൻ. അപ്പോൾ ഇത്രയും റൈറ്റ്സുകളാണ്, ഇത്രയും 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സുകളാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അവൈലബിൾ ടു എനി പേഴ്സൺസ് ഓൺ ദ സോയിൽ ഓഫ് ഇന്ത്യ എന്നുള്ളതിൽ പെടുന്നത്. അടുത്തത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എക്സ്ക്ലൂസീവ് ടു ദ സിറ്റിസൺസ് ആണ്. അതായത് അതിൽ വരുന്നത് ആർട്ടിക്കിൾ 15 പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ഓൺലി ഓൺ ഗ്രൗണ്ട്സ് ഓഫ് റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ് ഓർ പ്ലേസ് ഓഫ് ബർത്ത്. രണ്ടാമതായിട്ട് വരുന്നത് ആർട്ടിക്കിൾ 16 ആണ്. ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ മാറ്റർ ഓഫ് പബ്ലിക് എംപ്ലോയ്മെൻറ്റ് എന്നുള്ളത്. അടുത്തത് ആർട്ടിക്കിൾ 19 ആണ്. പ്രൊട്ടക്ഷൻ ഓഫ് സർട്ടൻ റൈറ്റ്സ് റിഗാർഡിംഗ് ഫ്രീഡം ഓഫ് സ്പീച്ച് എക്സെട്ര. ആർട്ടിക്കിൾ 30 റൈറ്റ്സ് ഓഫ് ദ മൈനോറിറ്റീസ് ടു എസ്റ്റാബ്ലിഷ് ആൻഡ് അഡ്മിനിസ്റ്റർ ദ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ ഇങ്ങനെ 4 ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഈ 4 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർട്ടിക്കിൾ 15, 16, 19 ആൻഡ് 30 ഇതാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എക്സ്ക്ലൂസീവ് ടു ദ സിറ്റിസൺസ് എന്നുള്ളതിൽ പെടുന്നത്. ഇനി ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അല്ലാതെ പാർട്ട് 3ക്ക് പുറമെയുള്ള
റൈറ്റുകളെ കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. ആർട്ടിക്കിൾ 300A റൈറ്റ് ടു പ്രോപ്പർട്ടി, ആർട്ടിക്കിൾ 301 ഫ്രീഡം ഓഫ് ട്രേഡ്, കൊമേഴ്സ് ആൻഡ് ഇൻ്റർകോഴ്സ്, ആർട്ടിക്കിൾ 326 വോട്ടിംഗ് റൈറ്റ്സ്. ഇത്രയും റൈറ്റ്സ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അല്ലാതെ നമുക്ക് പാർട്ട് 3ക്ക് പുറമേ ലഭിക്കുന്ന റൈറ്റുകളാണ്. ഇനി നമുക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ്സിലെ ആദ്യത്തെ ആർട്ടിക്കിളായ ആർട്ടിക്കിൾ 12ലേക്ക് പോകാം. ആർട്ടിക്കിൾ 12ൽ പറയുന്നത് ഡെഫിനിഷൻ ഓഫ് സ്റ്റേറ്റിനെ കുറിച്ചാണ്. ഡെഫിനിഷൻ ഓഫ് സ്റ്റേറ്റ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ് എന്ന ടേമിനെ പലതരത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് ആർട്ടിക്കിൾ 12 പാർട്ട് 3യുടെ വിവിധ പർപ്പസുകൾക്കായി സ്റ്റേറ്റ് എന്ന ടേമിനെ ഡിഫൈൻ ചെയ്യുന്നു. ഇതനുസരിച്ച് സ്റ്റേറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഗവൺമെൻറ് ആൻഡ് പാർലമെൻറ്റ് ഓഫ് ഇന്ത്യ, അതായത് എക്സിക്യൂട്ടീവ് ആൻഡ് ലെജിസ്ലേറ്റീവ് ഓർഗൻസ് ഓഫ് യൂണിയൻ ഗവൺമെൻറ് ആണ്. അക്കോർഡിംഗ് ടു സുപ്രീം കോർട്ട്, ഒരു പ്രൈവറ്റ് ബോഡി അല്ലെങ്കിൽ ഒരു ഏജൻസി ഗവൺമെൻറ്റിന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതും ആർട്ടിക്കിൾ 12 പ്രകാരം സ്റ്റേറ്റ് എന്ന നിർവചനത്തിന് കീഴിൽ വരുന്നു. അങ്ങനെ സ്റ്റേറ്റ് എന്ന ടേമിനെ ഒരു വൈഡർ സെൻസിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഈ ഏജൻസികളുടെ, അതായത് സ്റ്റേറ്റ് എന്ന നിർവചനത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഏജൻസികളുടെ പ്രവർത്തനങ്ങൾ പോലും ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്തതായി കണ്ടാൽ സിറ്റിസൺസിന് അത് കോർട്ടിൽ ചലഞ്ച് ചെയ്യാൻ കഴിയും. ഇനിയൊരു എക്സെപ്ഷൻ ഉണ്ട്. അൺഎയ്ഡഡ് പ്രൈവറ്റ് മൈനോറിറ്റി സ്കൂളുകളുണ്ട്. അവയുടെ മേൽ ആർട്ടിക്കിൾ 30(1) പ്രകാരം ഗവൺമെൻറ്റിന് അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ഉണ്ടെങ്കിൽ പോലും അവ ആർട്ടിക്കിൾ 12 പ്രകാരം സ്റ്റേറ്റ് എന്ന ടേമിൻ്റെ ഡെഫിനിഷനിൽ വരില്ല. ഇത്രയും കാര്യങ്ങളാണ് ആർട്ടിക്കിൾ 12നെ കുറിച്ച് പറയാനുള്ളത്. ആർട്ടിക്കിൾ 12ൽ പറയുന്നത് സ്റ്റേറ്റിൻ്റെ ഡെഫിനിഷനാണ്. അടുത്തായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ആർട്ടിക്കിൾ 13നെ കുറിച്ചാണ്. ആർട്ടിക്കിൾ 13ൽ പറയുന്നത് ലോസ് ഇൻകൺസിസ്റ്റൻറ്റ് വിത്ത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ്. അതായത് ആർട്ടിക്കിൾ 13ൽ പറയുന്നത് എനി ലാ, ഏതെങ്കിലും നിയമം അല്ലെങ്കിൽ പാർട്ട് ഓഫ് ലാ അല്ലെങ്കിൽ എനി ക്ലോസ് ഓഫ് എ ലാ അത് ഫണ്ടമെൻ്റൽ റൈറ്റ്സിന് വിപരീതമായതോ അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ ഡെറോഗേറ്റ് ചെയ്യുന്നതോ ആയാൽ അത് വ്യർത്ഥമാണ് എന്നതാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇത് ജുഡീഷ്യൽ റിവ്യൂയിലേക്ക് വഴിതെളിക്കുന്നു എന്നതാണ്. ഇങ്ങനെയുള്ള പവേഴ്സ് ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോർട്ടിനും ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോർട്ടിനും ലഭിച്ചിട്ടുണ്ട്. അതായത് ഏതെങ്കിലും ഒരു ലോ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ ലംഘനമായിട്ട് അല്ലെങ്കിൽ കോൺട്രാവെൻഷനായി വന്നാൽ അതിനെ ഹൈക്കോർട്ടിനോ സുപ്രീം കോർട്ടിനോ ഭരണഘടനാ വിരുദ്ധമെന്നോ അസാധുവെന്നോ ഡിക്ലെയർ ചെയ്യാം. ആർട്ടിക്കിൾ 13ൽ ലോ എന്നുള്ള ടേമിന് ഒരു വൈഡർ സെൻസ് നൽകുന്നുണ്ട്. അതായത് താഴെ പറയുന്നവയിൽ ഏതെങ്കിലും നിയമമാകാം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്ന സമയത്തുള്ള ഏതെങ്കിലും നിയമമാകാം, അല്ലെങ്കിൽ പാർലമെൻറ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ നടപ്പാക്കിയ ഏതെങ്കിലും പെർമനൻ്റ് ലോസ് ആകാം, അല്ലെങ്കിൽ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഗവർണർ ഓഫ് സ്റ്റേറ്റ് ഇഷ്യൂ ചെയ്ത ഏതെങ്കിലും ടെമ്പററി ലോസ് ആകാം, അല്ലെങ്കിൽ ഓർഡേഴ്സ്, ബൈലാസ്, റൂൾസ്, റെഗുലേഷൻസ്, നോട്ടിഫിക്കേഷൻ ഇങ്ങനെയുള്ള സ്റ്റാറ്റ്യൂട്ടറി ഇൻസ്ട്രുമെൻറ്റ്സ് ആകാം. ഇതുമല്ലെങ്കിൽ നിയമപ്രാബല്യമുള്ള ഏതെങ്കിലും പ്രാക്ടീസ്, കസ്റ്റംസ്, യൂസേജസ് അങ്ങനെ ഏത് തന്നെ ആയാലും ഫണ്ടമെൻ്റൽ റൈറ്റ്സിന് ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ട് വന്നാൽ അതിനെ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ അല്ലെങ്കിൽ വോയിഡ് എന്ന് ഡിക്ലെയർ ചെയ്യാം എന്നതാണ് ആർട്ടിക്കിൾ 13ൽ പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 13ൽ വീണ്ടും ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ഒരു ലോ അല്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇതിനെ നമുക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷേ സുപ്രീം കോടതി 1973 കേശവാനന്ദ ഭാരതി കേസിൽ കൂടി ഒരു കാര്യം ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതായത് ഏതെങ്കിലും ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബേസിക് സ്ട്രക്ചറിൻ്റെ ഭാഗമായി വരുന്ന ഒരു ഫണ്ടമെൻ്റൽ റൈറ്റിനെ വയലേറ്റ് ചെയ്താൽ അതിനെ ചലഞ്ച് ചെയ്യാം. ഈ അമെൻമെൻറ്റിനെ വോയിഡ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുകയും ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് കോൺസ്റ്റിറ്റ്യൂഷൻ പാർട്ട് 3 ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയുള്ള ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ച് പൊതുവായും ആർട്ടിക്കിൾ 12, 13 എന്നിവയെക്കുറിച്ചും ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. അടുത്ത ക്ലാസ്സിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ബാക്കിയുള്ളവ ഇൻ ഡീറ്റെയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ആരംഭിക്കാം. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.